എന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി എനിക്ക്. റോഡിൽ കിടന്ന് ഒരു 3 പിള്ളേരെയും ഒരു വട്ട് പിടിച്ച സ്ത്രീയെ ഞാൻ ഒരു വീട് വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എന്നുവെച്ചാൽ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മോളില്ല, മോള് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. കൊല്ലത്ത് വെച്ചാണ് ദയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇവർ നമ്മളെ പറ്റിച്ചായിരുന്നു. എറിയാൻ വേണ്ടി കല്ല് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. ഷാലു പെയ്യാടിന്റെ പേര് ഇപ്പൊ വീണ്ടും എയറിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആളൊരു സ്ത്രീയെ മർദ്ദിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ആ ഒരു സ്ത്രീക്ക് മെന്റലി എന്താ പ്രോബ്ലം ഉണ്ടെന്നും ആ ഒരു സ്ത്രീ പോലീസുകാരെ തെറി വിളിക്കുന്നതും ചരല് വാരി എറിയുന്ന വീഡിയോ ഒക്കെ അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു. അവർക്ക് എന്താ വീട് വെച്ച് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും നമുക്ക് ഷാലു പെയ്യാടിന് പറയാനുള്ള കാര്യവും ആ സ്ത്രീക്ക് പറയാനുള്ള കാര്യവും ആ സ്ത്രീയെ മർദ്ദിച്ചതോ എല്ലാ വീഡിയോ ഒന്ന് കാണാം. ആദ്യം ഷാലു പെയ്യാടിന് പറയാനുള്ളത് മുഴുവൻ ഒന്ന് കേൾക്കാം. എന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി എനിക്ക്. റോഡിൽ കിടന്ന് ഒരു 3 പിള്ളേരെയും ഒരു വട്ട് പിടിച്ച സ്ത്രീയെ ഞാൻ ഒരു വീട് വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എന്നുവെച്ചാൽ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മോളില്ല, മോള് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. കൊല്ലത്ത് വെച്ചാണ് ദയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇവർ നമ്മളെ പറ്റിച്ചായിരുന്നു. ഇതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇന്നതാ ഇവിടെ മൊത്തം നാട്ടുകാരും കൂടി ഇവിടെ കിടന്ന് ഇവർ മൊത്തം അലുമ്പും ഭയങ്കര പരിപാടി. അപ്പം ഇവർ പറയണമെന്ന് വെച്ചാൽ ഇവർക്ക് 1 കോടി രൂപ വേണമെന്നാണ് ഇപ്പൊ പറയണത്. ഇവർക്ക് വട്ടാണ്. പോലീസിന്റെ കയ്യിൽ നിന്നില്ല. ഞങ്ങൾ 2 ദിവസം മുമ്പ് രാത്രി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അമ്മാതിരി അലിവ് കാണിച്ച് അവിടെ കിടന്നുള്ള പോലീസുകാരെയൊക്കെ തള്ളക്കും വിളിച്ച് നമുക്ക് മാനസികാശുപത്രിയിലാക്കാം സാർ. അത് നടക്കുള്ളൂ. മാനസികാശുപത്രി അല്ലെ നമ്മളെല്ലാ സാധനമുണ്ട്, തെളിവുണ്ട്. പേടിക്കണ്ട. പോലീസുകാരുടെ അടുത്ത് തന്നെ പറഞ്ഞു ശരി. ആ ഒരു ഭാഗം ഞാൻ ബ്ലറാക്കി എന്താ വെച്ചാല് കുറെ കുട്ടികൾ, ചെറിയ കുട്ടികൾ അങ്ങോട്ടോട്ട് നടക്കുന്നുണ്ട് ഇടയിൽ. അതായത് ഈ സ്ത്രീ കല്ലെറിയുന്നത് പോലീസുകാരല്ല കേട്ടോ. ഷാലു പെയ്യാടിന്റെ നേരെയൊക്കെയാണ് ഇപ്പൊ അവർ കല്ലെറിയുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അവർക്ക് മാനസികപരമായ എന്താ പ്രശ്നമുണ്ട്, നമ്മളിൽ തെളിവുണ്ട്, അവരെ മെന്റൽ ആശുപത്രി ആക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഷാലു പറയുന്നത് മുഴുവൻ കേൾക്കാം. അവരെ കയ്യിൽ നിൽക്കില്ല. ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ എന്നെ തള്ളക്കി വിളിച്ചത്, എനിക്ക് അതൊന്നും കുഴപ്പമില്ല. എന്നെ തള്ളക്കി വിളിച്ചത് എന്നെ അടിക്കാൻ വേണ്ടി, എറിയാൻ വേണ്ടി കല്ല് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. ഞാൻ ഇവിടെ നാട്ടുകാരെല്ലാം കണ്ടുപിടിക്കുകയാണ്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. നിങ്ങൾ പറ, ഞാൻ പിടിച്ചു മാറ്റിയാൽ എന്തിനാണ് തെറ്റ്? ദയവേത് ഈ കേസിൽ നാളെ ഒരാൾക്കും എന്റെ അടുത്തൊരു തെറ്റിദ്ധാരണ തോന്നണ്ട. ഇവര് മുഴുത്തം വട്ടുള്ള ആളാണ്. ഇതെനിക്ക് ആരോടായിരുന്നു. പിന്നെ അധികാരികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റുവാണെങ്കിലുണ്ടെങ്കിൽ ഈ 3 മക്കള് ഇവരവിടെ സേഫ് അല്ല. ഇവരെന്ത് വേണം ചെയ്യും. നിങ്ങൾ എവിടെയെങ്കിലും ഇവരെ ഒന്ന് സേഫ് ആക്കി മാറ്റിയില്ലെങ്കിൽ ഈ 3 കൊച്ചു പിള്ളേരെ ഇവർ കൊല്ലും, ഉറപ്പാണ്. നമ്മളിത് എങ്ങനെയെങ്കിലും സർക്കാർ സെറ്റപ്പിൽ ഇവരെ മാനസികാരോഗ്യത്തിൽ ഇത്തിരി എത്തിക്കണം. അതുപോലെ തന്നെ ഈ 3 പിള്ളേരെ ചൈൽഡ് ലൈനിൽ എവിടെയെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് തൊട്ടടുത്തുള്ള ആരൊക്കെ വന്നിട്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം കേട്ടത്. എന്റെ പൊന്ന് സഖാക്കന്മാരെ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കല്ലേ. ഓക്കെ ഏതോ സഖാക്കന്മാർ കുത്തിരിപ്പ് ഉണ്ടാക്കിയെന്ന ഷാലു പെയ്യാട് പറയുന്നത്. പക്ഷെ അവിടുത്തെ MLA കോൺഗ്രസ്സുകാരനാണെന്ന് തോന്നുന്നത്. കോൺഗ്രസ്സുകാരായ ആരോ ആണ് ആ അമ്മച്ചിയെ ആശുപത്രിയിലൊക്കെ ആക്കിയത്. അത് പറയാൻ മറന്നുപോയി. ഇപ്പൊ ഷാലു പെയ്യാടിന്റെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ, ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് 100% ശരിയുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലേ. ഞാൻ വേറൊരു വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതിന് ശേഷം നടന്നാണ്. അടിച്ചത് നമുക്കങ്ങോട്ട് ഇറങ്ങാൻ വാങ്ങിട്ടതാ. കഷ്ടം കേട്ടാ. അത് യാവി അമ്മച്ചി തള്ളിയിട്ട് അടിക്കണം. എല്ലാരും കൂടെ ഇട്ട് ചവിട്ട് നോക്ക്. ഷാലു പേയുടെ കൂടെ അവരിട്ട് തള്ളി, അവരെ ഇട്ട് കൊല്ലണ്. എന്തൊരാൾക്കൂട്ടം.
എടുത്തിട്ട് അടിച്ചെന്ന് പറ, ചവിട്ടിയെന്ന് പറ നിലത്തിട്ട്. കൊച്ചെ നിങ്ങൾ എന്നായിരുന്നു നിലവിളി വെച്ചേ? എനിക്കെതിരെ പറയിപ്പിച്ച് ചെയ്യിപ്പിച്ച പോക്കൊക്കെ മതിയായി. അനുഭവിക്കും ദൈവം ശക്തി ഉണ്ടെങ്കിൽ അവര് നല്ല. ഓക്കെ, ഈ വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ ഇടയിൽ വെച്ച് കട്ട് ചെയ്യാഞ്ഞത്? വേണമെങ്കിൽ എനിക്ക് അയാൾ ആ കൈ പിടിച്ച് തിരിക്കുന്നതോ വലിച്ചിടുന്നതോ മാത്രം കാണിച്ചാൽ മതി. വേണ്ട, അത് എന്തൊക്കെ സംഭവിച്ചെന്ന് മുഴുവൻ കാണണം നിങ്ങൾ. അതുകൊണ്ടാണ് നാളെ ആ ഒരു ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ എന്ന് ആരും പറയരുത്. ഇവിടെ ഷാലുപ്പയ്യയുടെ പറഞ്ഞ വാക്കെന്താ വെച്ചാൽ കല്ലെടുത്ത് അയാളെ അടിക്കാൻ നോക്കി, എറിയാൻ നോക്കി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ പോലീസുകാർക്ക് നേരെ എന്താ അസഭ്യം വിളിച്ചു എന്ന് പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്തൊക്കെയോ പറഞ്ഞു എന്ന രീതിയിലുള്ള കമന്റും കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ അമ്മച്ചിക്ക് പറയാനുള്ളത് എന്താന്ന് മുഴുവൻ എന്ന് കേൾക്കാം. എന്തെന്ന് വെച്ചാൽ അവരെ ഉദ്ദേശം വേറെ ആയിരുന്നു. ഷാലുവിന്റെയും ഇവളെയും ഷാലുബയുടെ മാത്രമല്ല ഈ മുമ്പർ ഈ കള്ളിയൊക്കെ ഇവള് കള്ളിയ പൂലമൊക്കെ കള്ളിയാണ്. നേരത്തെ ഇതുപോലെ ഒരു കൊച്ചിനെ ഇതേ കണക്ക് അവള് ചെയ്തു. 3 കൊച്ചുങ്ങളെ ഇവള് കൊണ്ട് സംരക്ഷിച്ചാക്കിയിട്ട് എന്റെ വാർത്തനം വേറെ ഒന്നുമല്ല. ഇവിടെ 2 മാസത്തേക്ക് നിങ്ങൾ ഇവിടെ ആക്കിയിരിക്കുന്നു. ഈ 2 മാസത്തിനകത്ത് വെച്ചു നിങ്ങൾക്ക് ഞാനൊരു ഷീറ്റിട്ട വീട് വെച്ച് തരാം. അതിന്റെ പണം വാങ്ങിച്ചു. എന്റെ 50,000 വന്നത് എടുത്തു കൊടുത്തു. പക്ഷെ എന്റെ ഇത് വെച്ച് ഇവർ അപ്പോഴേ തന്നെ കുത്തിയെടുത്തോട്ട് പോയി. ഇവർക്ക് ഇഷ്ടംപോലെ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ആ പണം മൊത്തം ആ പണം ഞാൻ ചോദിച്ചതാണ് ഇവർക്ക് ഇപ്പൊ വന്നത്. കാര്യം എല്ലാവരും അറിഞ്ഞെന്നുള്ളത് ഇടപെട്ടിട്ടുണ്ട്. മാർവൈജു എന്നെ ഇവിടെ കൊണ്ടാക്കിയത് അവരും കൂടെ ചേർന്ന് എന്റെ നാട്ടിലെ ഒരു പയ്യൻ കൂടെ ഉണ്ട്, ഒരു കോൺഗ്രസിലെ ഒരു പയ്യൻ. ഞാൻ അവര് എനിക്ക് സതീഷ് എന്നാണ് കൊണ്ട് ഒരു വണ്ണമുള്ള ഒരു കഷണ്ടി. ആ പയ്യ അവന് ഞാൻ അതുവരെ അനുചേരി വീട്ടിൽ താമസിക്കാനുള്ള നിയമനം. ഒരു പയ്യന്റെ വീടാണ് ഞങ്ങൾക്ക് വാർത്തനം ചെയ്തത്. ഈ ആശുപത്രിയിൽ ഇവിടെ ഞാൻ അവിടെ ഇവരെ രണ്ടുപേരെയും നേഴ്സറിയിൽ നിന്ന് വാർത്താനം ചെയ്ത് നാട്ടിൽ കൊണ്ടുപോയി. ഇവിടെ അമ്മ എന്താ എവിടെ കടിച്ച അമ്മ എവിടെ കടിച്ചവര് ഇത് 3ാമത്തെ പ്രാവശ്യമായി കൈ വയ്ക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഇക്കണക്കിന് പോയ ഷാലുപ്പയ്യാട് നല്ല 8ന്റെ പണി വാങ്ങി വെക്കുന്നുള്ളതാണ്. അതിൽ കുട്ടികളെ കാണിക്കുന്നുണ്ട്. അതാ ഭാഗം വീണ്ടും ബ്ലറാക്കിയത് കേട്ടോ. അപ്പൊ ഷാലുപ്പയ്യാട് ആദ്യം ഒരു വീഡിയോ ഇടുന്നു. ആ സ്ത്രീക്ക് മാനസിക രോഗമാണെന്നും അവരെ സഹായിക്കാൻ ശ്രമിച്ചതിൽ 1 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ബഹളം വെച്ചു എന്നുള്ളതും ആ കുട്ടികളൊക്കെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. ഉടനെ തന്നെ ഈ ഒരു സ്ത്രീയെ ആക്രമിക്കുന്ന ഒരു വീഡിയോ വരുന്നു. ആ സ്ത്രീയുടെ ഒരു റിയാക്ഷൻ വരുന്നു. ഇനി നമുക്ക് ഷാലുപ്പയ്യാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കുന്ന മറ്റൊരു ശബ്ദ സന്ദേശം കൂടിയും കേൾക്കാം. എല്ലാ ഭാഗവും നമുക്ക് കേൾക്കണം. എന്നാ ഞാൻ സ്ത്രീ ഉപദ്രവിക്കുന്നില്ലെന്നാ അതിന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നോക്കൂ, എന്നാ ഇവർക്ക് ഇവർ എന്നെ എറിയാൻ വേണ്ടി കല്ലിക്കെടുത്തു വന്നത്. അന്നാ 2 ദിവസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ തള്ളക്കി വിളിയും പിള്ളേക്ക് അടിയൊക്കെ ആയിരുന്നു. ഇവർക്കിപ്പോ 1 കോടി രൂപ വേണമെന്ന് ആരോ പറഞ്ഞ് മൂപ്പി കയറ്റി വിട്ടതാണ്. അപ്പൊ 1 കോടി രൂപ വേണം കൊടുക്കണമെന്ന്. ഞാൻ എവിടുന്ന് കൊടുക്കാനാണ്? അല്ലല്ല, ഇവർക്ക് ഇവര് ആരും ഇല്ലാന്നൊക്കെ പറയാനാണ് വന്നത്. പക്ഷെ ഇവർക്ക് ഒരു വീട് വെച്ച് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പാവമല്ലേ 3 കൊച്ചു പിള്ളേരുണ്ട്, അപ്പൊ ഒരു വീട് വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് അറിയണത് ഇവർക്ക് മോളുണ്ടെന്നും മോള് മരിച്ചിട്ടില്ലെന്നും. നമ്മുടെ അടുത്ത് പറഞ്ഞ മോള് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല, മോള് മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് പറ്റിച്ച്. അപ്പൊ ഞങ്ങൾ പിന്നീട് സത്യാവസ്ഥ അറിഞ്ഞപ്പോ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോ പിന്നെ ഇവർക്ക് പ്രശ്നം. അങ്ങനെ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അവിടെ കിടന്ന് തള്ളക്കുളിയും പിള്ളക്കുളിയും ഭയങ്കര പ്രശ്നമൊക്കെ ആയി. അങ്ങനെ ഞാൻ നേരെ നമ്മൾ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെ സ്റ്റേഷനിൽ തന്നെയാണ് എഴുതി വെച്ചിട്ട് തന്നെയാണ് നമ്മളിവരെ എടുത്തത്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ SI അടുത്ത് നമ്മുടെ മലയങ്കി സ്റ്റേഷനിൽ
അങ്ങനെ മലക്ക് എസ് ഐയെ തള്ളക്കി വിളിയും പിള്ളേക്ക് വിളിക്കായിരുന്നു. ഞാൻ ഇപ്പൊ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ അവന് സത്യം മനസ്സിലാവും. ഇപ്പൊ അത് കാണുമ്പോൾ അവൻ ഇതിന്റെ ക്രിസ്റ്റൽ ക്ലിയർ വശമാകും. ഇതിലൊരു സംഭവം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബൈജോണിന്റെ ഒക്കെ നിന്നില്ല അണ്ണാ. ഇലക്ഷന് വേണ്ടിയിട്ട് ഞാൻ കോൺഗ്രസ്സുകാരുടെ ഒക്കെ നിന്നില്ലേ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ മനഃപൂർവ്വം ഇത് മനഃപൂർവ്വം. അല്ലെങ്കിൽ പിന്നെ അണ്ണാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അവരെ ചവിട്ടിയില്ല, അടിച്ചില്ല, ഒന്നും ചെയ്തില്ല. അവര് വീഡിയോ കാണാൻ സത്യമല്ല. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നെ ഒരു വലിയ കല്ലെടുത്ത് എറിയാൻ വേണ്ടി വന്ന്. അപ്പൊ ഞാൻ കല്ല് പിടിച്ചു വാങ്ങിച്ചു. സ്വാഭാവികമായിട്ട് കല്ല് പിടിച്ചു വാങ്ങിക്കുമ്പം ചറക്കി വീടുമല്ലാണ്. അങ്ങനെ വീണതാണ്. തിരിച്ച് അവരെ ഞാൻ എണീപ്പിക്കുന്നതാണ്. അതാണ് ചവിട്ട്. പക്ഷെ അവരവിടെ കിടന്നുകൊണ്ട് വിളിക്കുന്നുണ്ട് അതൊരു അമ്മച്ചി ശാലിപ്പേടല്ലേ അവൻ ശാലിപ്പേട് ചവിട്ടി കൂട്ടുന്ന. അണ്ണാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, അതിന്റെ ഒന്നും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്നിട്ട് പറഞ്ഞില്ലേ നമുക്ക് എല്ലാരും കൂടെ ചവിട്ടി കൊടുക്കുന്ന. അണ്ണാ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇതിനകത്തൊരു രാഷ്ട്രീയം കുത്തിക്കയറ്റിയിട്ട് ഒരു ഗമിക്ക്, അത്രേ ഉള്ളൂ. ഓക്കെ. അദ്ദേഹം പറയുന്നത് വീണ് കിടക്കുന്ന സ്ത്രീയെ എണീപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ പോർഷൻ മാത്രമല്ലേ, അതാ നേരത്തെ ഞാൻ ഫുള്ള് കാണിച്ചത്, ആ ചെറിയ പോർഷൻ മാത്രം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ട് വിലയിരുത്തണം കേട്ടോ. ഇവിടെ ആ ഒരു സ്ത്രീ നുണ പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് വീട് വെപ്പിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് പറയുന്നത്. ഇതിലെന്താണ് സത്യാവസ്ഥ എന്ന് വ്യക്തമായിട്ട് നമുക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരുടെ എല്ലാ ഭാഗങ്ങളും ഇവിടെ കൃത്യമായിട്ട് കേൾപ്പിച്ചതും കാണിച്ചു തന്നതും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ തന്നെ പറ, ഷാലുപ്പയാട് അത്രക്ക് നല്ല വെടുപ്പായിട്ടുള്ള ഒരു മനുഷ്യനാണോ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാവുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതേ സമയത്താണ് നന്മയോളിയായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നന്മകൾ ചെയ്യുന്നുണ്ടാകാം, ഒരുപാട് ആളുകൾക്ക് ശത്രുത ഉണ്ടാകാം, ചിലപ്പോ ഇതിനിടയിലൂടെ തിന്മയും ചെയ്യുന്നുണ്ടാകാം, അതിനിടയിലും നന്മയുള്ളവരും ശത്രുതയുള്ള ആളുകളും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.